ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞണ്ടിനെ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ക്ലീനാക്കി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. അപ്പം നമ്മൾ ഞണ്ടിനെ പിടിക്കുന്ന വീഡിയോ നമ്മൾ മുന്നേ ഇട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഞണ്ടിനെ നന്നാക്കി ഉണ്ടാക്കി കഴിക്കുന്ന വീഡിയോ ഇട്ടിട്ടില്ല. അപ്പം നമുക്കത് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത്ര വലിയ ഞണ്ടാ കണ്ടോ ഗൈസ്. ഞാൻ ഒരു 10 ഞണ്ടിനെ വയലിൽ പോയി പിടിച്ചിട്ട് വന്നു. എൻ്റെ അനിയനും ഉണ്ടാകാൻ പാടി, അവനും അജുവും ഉണ്ട്. അവരെന്തോ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പം ഞാൻ ഈ നന്നാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 4-5 പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ട്. നല്ലപോലെ കഴുകിയിട്ട് ഞാൻ വൃത്തിയാക്കിയിട്ട് നമ്മൾ ഈ മസാലയും വറക്കാനൊക്കെ ഉള്ള കാര്യങ്ങളിലോട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഞണ്ട് ഇതാണ് ഗൈസ്, കണ്ടോ. ഫുൾ ഞാൻ വൃത്തിയാക്കി കഴുകി. ഞാൻ ഇനിയൊരു സാധനം കാണിച്ചു തരാം ഗൈസ്. ഇതിൽ ഒരു വലിയ കാല് ഗൈസ്, ഇതിലൊരു വലിയ കാലുണ്ട്, കണ്ടു ഗൈസ്. ഇതാണ് ഏറ്റവും വലിയതിൽ കാല്. അപ്പം ഇതൊന്നും പേടിക്കേണ്ട, ഇതൊക്കെ ഞണ്ടിലുള്ളതാണ്, മണ്ണൊന്നല്ല, അതൊക്കെ ഞണ്ടിലുള്ളതാണ്. അപ്പം നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. പക്ഷേ ഞാൻ 5-6 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. അതുകൊണ്ടോ ഗൈസ്, ഇതാണ് അതിൻ്റെ ഉടൽ, അതായത് ശരീരം. അപ്പം ഞാനതൊക്കെ നന്നായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, അതായത് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് മസാല ഇടാം. ഞാൻ മുളക് പൊടിയാണ് ഗൈസ് ഇടുന്നത്. അത് ഞാൻ നല്ലപോലെ ഇട്ടിട്ടുണ്ട്, ഒരു 1/2 സ്പൂണെങ്കിലും ഇട്ടിട്ടുണ്ട്. എനിക്ക് നല്ല മുളക് പൊടി വേണം. പിന്നെ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉപ്പ് ഗൈസ്, ഉപ്പ് പിന്നെ ഞാൻ ആവശ്യത്തിന്, എല്ലാവരും ആവശ്യത്തിനും നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് ഇടാം. ഞാൻ അത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ മസാല ഗൈസ്, ചിക്കൻ മസാല ശക്തിൻ്റെയാണ്, അതും ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ചിക്കൻ മസാല അധികം വന്നാൽ അതിൻ്റെ ഒരു കുത്തലുണ്ടാവും. ഞാനത് ഇട്ടിട്ടില്ല, അത് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇനി നമ്മൾ ഗരം മസാലയാണ്, അപ്പോൾ അത് ഇത്തിരി ഇട്ട് കൊടുക്കുക. ഞാൻ തുള്ളി ഇട്ടിട്ടുള്ളൂ, ഇതാണ് വരുന്നില്ല. ഇട്ട് ഗൈസ് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ. പിന്നെ നമുക്ക് നല്ലപോലെ മിക്സ് ആക്കണം. നമ്മളെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അങ്ങനെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. നല്ല മിക്സ് ആക്കേണ്ടത്. ഇതാണ് കുത്തുന്നുണ്ട്, കുഴപ്പമില്ല, കണ്ടായിട്ട് കൈയൊക്കെ നല്ല വലിയ കൈയാണ് ഗൈസ്, അതുകൊണ്ട് കുത്തുന്നുണ്ട്. അപ്പം നമ്മൾ മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി ഞാൻ ഒന്ന് മിക്സ് ആക്കണം. ഇനി നമുക്കിത് 1/2 മണിക്കൂർ കൂടി ആക്കണം. അപ്പം ഞാൻ ഒന്നും കൂടി മിക്സ് ആക്കി, എന്താ വെച്ചാൽ അത് നന്നായിട്ട് പിടിച്ചോട്ടെ വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാനിതാ കൈ ഒന്ന് വാഷ് ചെയ്തിട്ട് ഈ പ്ലേറ്റ് കൊണ്ടൊന്ന് മൂടിയൊക്കെയുണ്ട്. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് നോക്കാം ഗൈസ്. നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, അത് ഞാൻ ചെറുള്ളിയാണ് എടുത്തിട്ടുള്ളത്, നമുക്ക് നന്നാക്കാം. അപ്പം ഞാൻ നന്നാക്കി കഴിഞ്ഞിട്ട് കാണിക്കാം. എന്താ വെച്ചാൽ കുറേ വലിയ വീഡിയോ ആകും ഗൈസ്. അപ്പം ഞാൻ നന്നാക്കി കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോ കാണിക്കാം. അപ്പം ഞാൻ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിത് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. അപ്പം ഞാൻ മിക്സിയിൽ ഇട്ട് അരക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ 2 മുറി ഇഞ്ചി, പിന്നെ 4-5 ചെറുള്ളി ഇട്ടിട്ട് ഞാൻ അടിച്ചെടുത്തു. അപ്പം അടിച്ചെടുക്കുമ്പോൾ ആണെങ്കിൽ ഇത് അരയണില്ല, കുറച്ചുള്ള കാരണം. അപ്പം ഞാൻ ഇടിച്ചെടുക്കുകയാണ്, കണ്ടോ മിക്സി. അപ്പം ഞാൻ അങ്ങനെ ഇടിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ ഇടിച്ച് ഇതാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പേസ്റ്റ് അതിലോട്ട് ഇടാം. അതിൽ ഞാൻ കുറച്ച് കോൺഫ്ലവർ പൊടിയും പിന്നെ നമ്മുടെ ഇതും കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. പിന്നെ ഞാൻ ഒന്ന് മിക്സാണ് ഇതിൽ ഹൈലൈറ്റ് ഗൈസ്. കുറേ മിക്സിങ് ഉണ്ടാവും. അങ്ങനെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അനിയനുണ്ട് അജു, അവത് അവിടെ വന്ന് മിക്സ് ചെയ്യാനൊക്കെ നോക്കിയിരിക്കുന്നത്. ഇതാണ് കുത്തുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കാല് കുറച്ച് വലുതായത് കൊണ്ടാണ് ഗൈസ്. നന്നായിട്ട് നിങ്ങൾക്ക് സ്പൂണ് വേണമെങ്കിൽ സ്പൂണിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കയ്യിലൊക്കെ ചെറുതായിട്ടൊരു മുറിയാവും. അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് ഞാൻ കയ്യിലൊക്കെ തന്നെ മിക്സാക്കി, എൻ്റെ കയ്യിലൊന്നും മുറിയായിട്ടില്ല. പിന്നെ ഞാൻ നമ്മളെ പാൻ വെച്ചു, അതിലോട്ട് ചൂടായപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു ഗൈസ്. പിന്നെ അതൊന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചു. പിന്നെ ഞാൻ ചൂടായോ എന്ന് അറിയാൻ വേണ്ടി ഒരു 2 ഞണ്ട് എടുത്തതിലിട്ടു. അപ്പം ഇതാണ് ഗൈസ് നമ്മളെ ഞണ്ട്, കണ്ടോ. ഇനി നമ്മൾ ഫോക്ക് സ്പൂണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓയിലോട്ട് ഇതിട്ട് കൊടുക്കാം. ഈ ചെറിയ ഒരു കാല് ഞാൻ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടിട്ടതാണ്. പിന്നെ ഞാനത് കുറച്ച് അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് ഞാൻ ഒന്ന് മാറി നിന്നു ഗൈസ്.
എന്താ വെച്ചാൽ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചാലോ വിചാരിച്ചിട്ട് പൊട്ടിത്തെറിക്കുന്നില്ല, എന്നാലും ചുമന്ന് മാറുന്നു. പിന്നെ ഇതിങ്ങനെ മിക്സ് ആക്കി ഇങ്ങനെ ഞാൻ ആദ്യം ഇട്ടപ്പോൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഗ്യാസ് എപ്പോഴും നമ്മൾ എന്താ സ്ലിമ്മിൽ തന്നെ ഇടണം ഗൈസ്, ഇല്ലെങ്കിൽ അത് കരിഞ്ഞ് എന്താ പിന്നെ ഒന്നിനും പറ്റത്തില്ല, അത് തിന്നാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഞാൻ നന്നായിട്ട് മിക്സാക്കുക, അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ സ്മെല്ലാണെങ്കിൽ ഒടുക്കത്തെ സ്മെല്ലാണ് ഗൈസ്. ഒരു വറുത്തങ്ങോട്ട് വരുമ്പം അങ്ങനെ നന്നായിട്ട് ഇതായി വരുമ്പോൾ അങ്ങനെ സ്മെല്ല്, നല്ല സ്മെല്ലുണ്ട്. അടുത്തത് ഞാൻ അതിങ്ങനെ പൊരിച്ചൊരു പ്ലേറ്റിലിട്ടിട്ടുണ്ട്, കണ്ടോ. ഇനി നമ്മൾ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഇത്തിരി ഇട്ടിട്ടുള്ളൂ, പിന്നെ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തു. അങ്ങനെ പിന്നെ കുറച്ചും കൂടെ അങ്ങനെ ഇട്ടിട്ട് പോയി ഗൈസ്. ഞാൻ എന്താ വെച്ചാൽ കുറേ നേരം നമ്മൾ ഇതാക്കണ്ടല്ലോ, ഒരു ഈസി പണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കണ്ട ഗൈസ്, നമ്മളിപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ വറുത്ത് പൊരിച്ച് നല്ല ലാസ്റ്റ് തിന്നാല ടേസ്റ്റ്. എല്ലാവരും ഇങ്ങനെ പൊരിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും വട്ടത്തിലിരുന്ന് ലാസ്റ്റ് നമ്മൾ തിന്നും ഗൈസ്. അങ്ങനെ ഞാനിതാ വറുത്ത് പൊരിച്ചെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഗൈസ് കുറച്ചും കൂടി ഇട്ടെടുക്കുന്നുണ്ട് ഞാൻ ലാസ്റ്റായിട്ട്. പിന്നെയും ഒക്കെ ഇട്ടു ഗൈസ്. ഞാൻ പിന്നെ കണ്ടോ ഒക്കെ ഇട്ടു, ഒന്നും കൂടി ഇല്ല, ഒക്കെ ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുകയാണ്. നല്ല ഇങ്ങനെ മുരിച്ചെടുക്കണം നമ്മൾ. ഒരു കരിയണമെന്ന് നോക്കരുത്, പക്ഷെ കരിയാത്തൊരു വിധത്തിലാക്കണം ഗൈസ്. ഞാനിങ്ങനെ വറുത്തെടുക്കുന്നു ഗൈസ്. ഈ ഞണ്ട് കണ്ടോ ഗൈസ്, നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ അത്ര നമ്മൾ വറുത്തെടുക്കണം. പിന്നെ എന്താ മൂന്നാളും അപ്പോൾ ഗൈസ് ഞാൻ അങ്ങനെ വറുത്ത് പൊരിച്ച് അവരവിടെ കളിക്കുന്നുണ്ട്, ഞാൻ അവിടെ വറുക്കുകയാണ്, അവരവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വറക്കുക, അവരവിടെ ഇരുന്ന് കളിക്കുക, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇതിനെ മണം കേട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കുന്നുണ്ട് വന്നിട്ട്. അപ്പം നമ്മൾ ഇങ്ങനെ വറക്കുമ്പം എനിക്കാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് കേട്ടാൽ അവിടെ നിൽക്കാൻ പറ്റില്ല, ഒന്നെടുത്ത് കഴിക്കാൻ ഇങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ കഴിക്കണ്ട, വെറുതെ നമുക്ക് ഇതാക്കണ്ട, നമുക്ക് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലേ അതിൻ്റെ ഒരു ഇത്. അപ്പം നമുക്ക് ലാസ്റ്റ് ഇതാക്കാം അങ്ങനെ വിചാരിച്ചു. പിന്നെ നമ്മുടെ അവിടുത്തെ ഞണ്ട് കണ്ടു ഗൈസ്, പൊരിച്ച് വെച്ചിട്ടുള്ള ഞണ്ടാണെങ്കിൽ എനിക്ക് കൺട്രോൾ വിട്ടു പോകുന്നുണ്ട്. എന്നാലും ഞാൻ ഒന്ന് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഞാൻ കഴിക്കുന്നൊന്നുമില്ല, അങ്ങനത്തെ ഒരു വിധത്തിലാവണം ഗൈസ്. ആയിക്കഴിഞ്ഞാലാണ് നമ്മൾക്ക് അതിങ്ങനെ ആക്കിയെടുക്കാനായിട്ട് ഇതാക്കാം. ഞാൻ ഇനി കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഞണ്ട് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് കഴിച്ചു നോക്കാം ഗൈസ്. ഞാനാണെങ്കിൽ അതിൻ്റെ കാൽ ഭാഗം തന്നെ എടുത്തിട്ടുണ്ട്, അതിന് ഞാൻ കഴിച്ചു നോക്കുകയാണ് ഗൈസ്. അടിപൊളി ടേസ്റ്റ്, പറഞ്ഞാൽ അത്ര നല്ല ടേസ്റ്റ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം.